എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതും നമുക്ക് സ്റ്റോർ ചെയ്തൊക്കെ വെക്കാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് കീമ പറാട്ട. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് കീമ പറാട്ടാസിൻ്റെ റെസിപ്പിയാണ്. ഞാൻ മഹിമാസിമോൻ. വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. കീമ പറാട്ട ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു ഡോ പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു ബോളിലേക്ക് ഗോതമ്പ് പൊടി 2 കപ്പ്, ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, ഒന്നര ടീസ്പൂൺ നെയ്യ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നെയ്യിന് പകരം എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്യുക. മാവിലേക്ക് നെയ്യ് നന്നായിട്ട് റബ്ബ് ചെയ്ത ശേഷം നമുക്കിതിനകത്തേക്ക് വെള്ളം ചേർക്കാം. അപ്പം വെള്ളം നമ്മൾ നോർമൽ റൂം ടെമ്പറേച്ചർ വാട്ടറാണ് ചേർക്കുക. നന്നായിട്ട് നീഡ് ചെയ്യുക, നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ 1/2 കപ്പ് വെള്ളം ചേർത്താണ് കുഴച്ചത്. ഈ സൈഡിൽ കിടക്കുന്ന മാവ് മൊത്തത്തിൽ ഇതിനകത്തേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുക. നമ്മൾ കുഴച്ച് നല്ലൊരു സ്മൂത്ത് ഡോ ആക്കി ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണം. റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പം എണ്ണ കുറച്ച് തൂത്ത് മേലെ കുറച്ച് ഒഴിക്കുക. എണ്ണ നന്നായിട്ട് റബ്ബ് ചെയ്ത ശേഷം ഒരു നന്ന തുണി വെച്ച് കവർ ചെയ്ത് മാറ്റി വെക്കും. നമ്മൾ ആ ഫില്ലിംഗ് ഉണ്ടാക്കുന്ന സമയം വരെ ഇത് മാറ്റി വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ ഡോ റെസ്റ്റ് ചെയ്യുകയാണ്. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കാം. ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് ഒരു കടായി ഹീറ്റ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് ഓയിൽ, വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കാം. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള ഫൈനായിട്ട് ചോപ്പ് ചെയ്തത് ആഡ് ചെയ്യാം. ഇപ്പോൾ സവോള ഇട്ട് കഴിയുമ്പോൾ എപ്പോഴും ഒരു നുള്ളു ഉപ്പൂടെ ചേർക്കാം. സവോള പെട്ടെന്ന് കുക്കാവാനായിട്ടാണ്. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വെളുത്തുള്ളി ക്രഷ് ചെയ്തത്, 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ഇതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറണം. കൂടാതെ സവാള ഒന്ന് നന്നായിട്ട് വഴലുകയും വേണം. നമ്മളൊരു നാടൻ ഫ്ലേവറാണ് ഇതിന് കൊടുക്കുന്നത്. അതുകൊണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം. ചെറുതായിട്ട് നുറുക്കിയതാണ്. ഇപ്പോൾ കീമ പറാട്ടാസ് എപ്പോഴും നമുക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ എപ്പോഴും പെട്ടെന്ന് എടുക്കണമെങ്കിലൊക്കെ പെട്ടെന്ന് തോ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് കീമ പറാട്ട. 2 ആഴ്ചയൊക്കെ നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം. ഓക്കെ, ഈ സമയത്ത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ റോസ്മെല്ലാം പോയി അണിയൻസൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇടാം. പച്ചമുളക് ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവ് അനുസരിച്ച് ഇടുക. പച്ചമുളകിൻ്റെ ആ ഒരു പച്ചമണം മാറണം. അതിനുശേഷം ഇതിലേക്ക് മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മിക്സ് ചെയ്യാം. മസാല ഇടുമ്പോൾ എപ്പോഴും തീ കുറച്ച് വെക്കുക. ഗരം മസാല 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇതിലേക്ക് പുഴുങ്ങി വെച്ചേക്കുന്ന ഇറച്ചി ചേർക്കാം. ഇവിടെ എടുത്ത് വെച്ചേക്കുന്ന 1 കപ്പ് മിൻസ് മീറ്റാണ്. ബീഫാണ് യൂസ് ചെയ്യുക. ബീഫോ ബഫലോ ഒക്കെ യൂസ് ചെയ്യാം. അല്ല ചിക്കൻ വേണമെങ്കിലും ഉപയോഗിക്കാം. ചിക്കൻ പുഴുങ്ങി ഉപ്പും പെപ്പറും മാത്രമായിട്ട് പുഴുങ്ങിയ ശേഷം അത് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്, ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതൊരു കപ്പുണ്ട്, അതിനകത്തേക്ക് ചേർക്കാം.
അപ്പോൾ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാൻ ബീഫ് കുക്ക് ചെയ്യാൻ നേരത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട്. കൂടാതെ സവാള വഴറ്റാൻ നേരത്ത് നമ്മൾ ഉപ്പ് ചേർത്തായിരുന്നു. എപ്പോഴും ടേസ്റ്റ് ചെയ്ത് നോക്കുക. കൂടുതൽ പെപ്പറോ ഒക്കെ വേണമെങ്കിൽ ഈ സമയത്ത് ചേർക്കാം. ഇതിനകത്തേക്ക് നന്നായിട്ട് മല്ലിയില 2-3 ടേബിൾ സ്പൂൺ മല്ലിയില ചേർക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഈ ഒരു മിക്സർ നന്നായിട്ട് കൂളായ ശേഷം മാത്രമേ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡോവിനകത്ത് ഫില്ല് ചെയ്യത്തുള്ളൂ. ഇത് കൂളാവാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ മിൻസ് മീറ്റിൻ്റെ മിക്സ്ചർ നന്നായിട്ട് കൂളായി. ഇനി ഇതിലേക്ക് നമുക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് കുക്ക് ചെയ്യുമ്പോൾ വിനീഗർ ചേർക്കാം, അല്ലെങ്കിൽ നാരങ്ങാനീര്. നെക്സ്റ്റ് നാരങ്ങാനീര് ചേർക്കുക. ചെറിയ ഒരു മുറിയെടുത്ത് ഇനി നമുക്കൊരു ബോളിലേക്ക് മാറ്റാം. ഇവിടെ നമ്മുടെ ഫില്ലിങ്ങും റെഡിയായി, ഡോവും റെഡിയായി. ഇനി നമുക്കത് ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പം ഡോ റെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഒന്നുകൂടെ സോഫ്റ്റായി. ഇതേപോലെ ഡിവൈഡ് ചെയ്തെടുക്കുക. 6 ഡിവൈഡ് ചെയ്യുക. ഓരോന്നും ഇതേപോലെ നല്ല റൗണ്ട് ചെയ്തെടുക്കുക, ഷേപ്പ് ചെയ്തെടുക്കുക. നമുക്ക് ഓരോ ഡോ എടുത്ത് ഒന്ന് പരത്തിയ ശേഷം അതിനകത്ത് ഫില്ലിങ് വെച്ച് കൊടുക്കാം. പരത്തുമ്പം നടുക്ക് ഇച്ചിരി വണ്ണം വെച്ചുകൊണ്ട് സൈഡ്സ് നന്നായിട്ട് തിന്നാക്കുക. അതിനകത്തേക്ക് ആവശ്യത്തിന് ഫില്ലിങ് കൊടുക്കാം. ഫില്ലിങ് കൊടുത്ത ശേഷം ഇതേപോലെ ഷേപ്പ് ചെയ്യാം. മാറ്റി വെക്കാം. ഇതേപോലെ ഓരോ ഡോവും ഇതേപോലെ ചെയ്യാം. ഇപ്പോൾ നടുക്ക് ഇച്ചിരി കട്ടി വെക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മൾ റോൾ ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകും, പൊട്ടിപ്പോവും. അത് അവോയ്ഡ് ചെയ്യാനായിട്ട്. നമുക്കിത് പരത്തിയെടുക്കാം. ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കാം. ഗോതമ്പൊടി നന്നായിട്ട് കോട്ട് ചെയ്യുക. കോട്ട് ചെയ്ത ശേഷം ആദ്യം കൈ വെച്ച് ചെറുതായിട്ട് പരത്തി കൊടുക്കുക. ഇതിനിടയ്ക്ക് ബ്രേക്ക് ചെയ്താലൊന്നും പ്രോബ്ലം ഇല്ല. തിന്നായിട്ട് അങ്ങ് പരത്തിയെടുക്കുക. ഇതേപോലെ ഈ ഒരു തിക്നെസ് നമ്മൾ പരത്തുന്നത്. ഇതേപോലെ ബാക്കിയുള്ള പരോട്ടാസും പരത്തിയെടുക്കാം. ആദ്യം നന്നായിട്ട് ഗോതമ്പൊടി കോട്ട് ചെയ്യുക. അതിനുശേഷം കൈ വെച്ചൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഞാനിന്ന് ബീഫാണല്ലോ യൂസ് ചെയ്തേക്കുന്നത്. ബീഫോ ബഫലോയോ അല്ലെങ്കിൽ ചിക്കനോ ഇതേപോലെ തന്നെ യൂസ് ചെയ്യാം.
അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ മിൻസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഫൈൻ ആവണം, അല്ലെങ്കിൽ ഇതേപോലെ ചെറുതായിട്ട് ബ്രേക്ക് ചെയ്യും, മാവ് ബ്രേക്ക് ചെയ്യും. എത്രയും തിന്നായിട്ട് പൊടിക്കാവോ അതുപോലെ തിന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇതേപോലെ ബാക്കിയുള്ളത് പരത്തിയെടുക്കുക. കീമ പറാട്ടാസ് എല്ലാം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു, ഇനി ചുട്ടെടുക്കുക. ചൂടായ തവയിലേക്ക് ഓരോന്നിട്ട് ചുട്ടെടുക്കുക. നെയ്യോ എണ്ണയോ അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. നമ്മൾ ഫില്ലിംഗ് വെച്ച് ഉണ്ടാക്കുന്നുണ്ട്, ഇച്ചിരി നന്നായിട്ട് ഓയിലോ നെയ്യോ എന്താ ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് ഇച്ചിരി നന്നായിട്ട് ഒഴിക്കണം. മറ്റേ സൈഡിൽ ഇതുപോലെ കുറച്ച് ഇവിടെ നെയ്യും ഓയിലും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ എടുക്കും. രണ്ട് സൈഡും ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി സമയത്ത് എടുക്കും. അപ്പോൾ ഫ്രീസ് ചെയ്യാനായിട്ടാണെങ്കിൽ ഒരിക്കലും നമ്മൾ ഇത്രയും കുക്ക് ചെയ്തിരുന്ന ലൈറ്റായിട്ട് കുക്ക് ചെയ്ത ശേഷം വേണം ഫ്രീസ് ചെയ്യാനായിട്ട്. നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇത്ര സമയം എടുക്കത്തില്ല. ഇത് ഫില്ലിംഗ് ഉള്ളതുകൊണ്ട് ചെറിയ ഫ്ലെയിമിൽ ഇച്ചിരി സമയം കൂടുതൽ എടുക്കും കുക്കാവാനായിട്ട്. നമ്മുടെ കീമ പറാട്ടാസ് എല്ലാം നമ്മൾ ഫിനിഷ് ചെയ്തു. ഈ അളവിൽ ഒരു 6 പറാട്ടയാണ് കിട്ടിയിരിക്കുന്നത്, ഈ സൈസിൽ. നോക്കിക്കഴിഞ്ഞാൽ അകത്തെ ഫില്ലിംഗ് കട്ട് ചെയ്ത് ഒന്ന് കാണിക്കാം. നല്ല സോഫ്റ്റ് പറാട്ടയാണ്, അകത്തെ ഫില്ലിങ്ങും നല്ല ടേസ്റ്റി ഫില്ലിങ്ങുമാണ്. ഓക്കെ, അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രീസ് ചെയ്യാം. ആദ്യം കുക്ക് ചെയ്യാം, ചെറുതായിട്ട് തിരിച്ച് മറിച്ചു വിട്ട ശേഷം ഫ്രീസ് ചെയ്യാം. 2 ആഴ്ചയൊക്കെ നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളപ്പം ടൈം ഇല്ലാത്തവർക്കൊക്കെ അത് പെട്ടെന്ന് എടുത്ത് ചൂടാക്കി ചുട്ടെടുത്ത് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ സെർവ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ വേറെ കറികളൊന്നും ആവശ്യമില്ല. ഇതിൻ്റെ കൂടെ കുറച്ച് തൈര്, പിക്കിള്, കുറച്ച് സാലഡ് മാത്രം മതി. ഇതേപോലെ കട്ട് ചെയ്ത് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്യുക. ഇതേപോലെ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ് ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.